സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശി വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി കിരൺ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. തനിക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായിട്ട്. ബസന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇയാൾക്കും പരോൾ കിട്ടി പുറത്തിറങ്ങിയത്. എപ്പോഴാണ് ഹർജി നൽകിയതുടൻ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? ദ്വിഷ സ്ത്രീധന പീഡനത്തെ തുടർന്ന് കൊല്ലം സ്വദേശിനി വിസ്മയ ജീവനൊടുക്കിയ കേസിലാണ് ഇപ്പോൾ പ്രതി കിരൺ കുമാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തനിക്കെതിരായ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. 10 വർഷം ശിക്ഷ വിധിച്ച വിചാരണ കോടതി വിധിക്കെതിരെ കിരൺ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഇതിൽ 2 വർഷമായിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ശിക്ഷ മരവിപ്പിച്ച ജാമ്യം എന്ന ആവശ്യവും കിരൺ ഉന്നയിക്കുന്നുണ്ട്. തനിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുന്ന വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ലെന്നുമാണ് കിരണിന്റെ അവകാശവാദം. പ്രതിയുടെ അല്ലെങ്കിൽ തന്റെ ഇടപെടൽ കൊണ്ടാണ് ആത്മഹത്യ എന്ന് തെളിയിക്കാനായിട്ടില്ല. മാധ്യമ വിചാരണയുടെ ഇരയാണ് താനെന്നും കിരൺ കുമാർ ഹർജിയിൽ പറയുന്നുണ്ട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.